ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഒരു മനോഹരമായൊരു സ്ഥലത്താണ്. ഇപ്പോൾ ഞാൻ ഓട്ടയ്ക്ക് ഗ്യാസ് അടിക്കാൻ ഇവിടെ പമ്പി വന്നപ്പോഴാണ് ഇവിടെ കുറേ ആൾക്കാർ ചൂണ്ടയിടുന്നത് കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോൾ വൈകുന്നേര സമയത്ത് എല്ലാവരും എൻജോയ് ചെയ്യാൻ വരുന്ന ഒരു സ്ഥലമാണ്. അത്രയ്ക്ക് ഡെവലപ്പൊന്നും ആയിട്ടില്ല, ഡെവലപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, നല്ല കാറ്റുമൊക്കെ ഉണ്ട്. ഇത്തിരി ആൾക്കാരൊക്കെ കുറവാണ്. അപ്പം നമ്മുടെ ഈ അടുത്ത പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ വന്നൊന്ന് കാണുക, കുറച്ച് സമയം ഇവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യുക. പിള്ളേർക്കൊക്കെ ഓടിക്കളിക്കാനൊക്കെ നല്ലതാണ്. വഴികളൊക്കെ ഉണ്ട്, വീഴാതെ നോക്കിയാൽ നോക്കാം എവിടെ വരെ ഉണ്ടെന്ന് നോക്കാം. റൗണ്ട് അടിച്ച് പോകാൻ പറ്റത്തില്ല, അവിടെ വരെ പോയിട്ട് തിരിച്ചു പോകേണ്ടി വരും. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കൊണ്ട് തീരുവാണ്, ഇവിടെ വരെ ഉള്ളു. ഇതിൻ്റെ മീനൊക്കെ ചാടുന്നുണ്ട്, നല്ല ചാട്ടമാണ് മീനൊക്കെ. ചൂണ്ട കൊണ്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫിനിഷിങ് പോയിന്റ്. ഇനി എനിക്ക് തിരിച്ച് അവിടെ തന്നെ ചെന്നിട്ട് ഇത് ഈ സൈഡിൽ ഇവിടെ വരെ വരാം. അപ്പോൾ കുളനടയിൽ മന്ത്രത്തുള്ളവരൊക്കെ വന്ന് നമ്മുടെ ഏരിയയിലൊക്കെ ഉള്ളൊരു വൈകുന്നേര സമയത്ത് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ. കാരണം ചൂണ്ടയായിട്ട് വരണം വരുന്നവർ ചൂണ്ടയും തീറ്റയൊക്കെ ആയിട്ട് വേണം വരാൻ. വഴിയൊക്കെ മോശമാണ്, ഇവിടെ കയറാം. അപ്പോൾ ഞാൻ ഇങ്ങനെ സൈഡ് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ പോയത് ആ സൈഡിലായിരുന്നു, അങ്ങ് ദൂരെ. ഞാൻ ഇപ്പുറത്തെ സൈഡിലെത്തിയിട്ടുണ്ട്. കുറച്ച് ദൂരം കൂടെ നടന്ന് നോക്കാം. നേരത്തെ നിന്നതുണ്ട് അവിടെ ആണ്. ഇപ്പോൾ ഞാൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നടന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ചേട്ടൻ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. ഇതാണ് ഏരിയ. കുളനട ജംഗ്ഷനിൽ നിന്ന് ചെങ്ങന്നൂർ റൂട്ട്. കുളനടയിൽ നിന്ന് ഒരു 100 മീറ്റർ ഇങ്ങോട്ട് നടക്കുക വരും. സ്കൂട്ടറിലൊക്കെ വരാം. ഇവിടെ ഒരു ചെറിയ കലുങ്ങൊക്കെ ഉണ്ട്. കലുങ്ങ് വാ ഇരിക്കാൻ നല്ല സൗകര്യമാണ്. മെയിൻ റോഡിൽ നമ്മൾ നടന്നിറങ്ങി വരുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഒരു സ്പോട്ടാണ്. കലുങ്ങ് വാ ഭയങ്കര പൊക്കമാണ്, ഇവിടെ ഇരിക്കാൻ പറ്റും. അങ്ങോട്ട് വീഴും. എല്ലാവർക്കൊന്നും ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ, വലിയവർക്കൊന്നും ഇരിക്കാൻ പറ്റില്ല. പുറമോട്ടം മരുന്ന് വീണെങ്കിൽ പിള്ളേരൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകാവുന്നതാണ്. അപ്പോൾ ബൈക്കിലൊക്കെ പോകാനുള്ള വഴിയുണ്ട്. അങ്ങ് റൗണ്ട് അടിച്ച് അങ്ങ് അറ്റം വരെ പോകാം. അപ്പോൾ എല്ലാവരും സ്ഥലം പരിചയപ്പെടുത്തില്ല. കുളനടയിലാണ്. കുളനടയിൽ 100 മീറ്റർ ഇങ്ങോട്ട് മാറി വൈകുന്നേരം വന്ന് കുറച്ച് നേരെ ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ്. ചൂണ്ടയായിട്ട് വരിക. അപ്പോൾ ഇതാണ്, എല്ലാവരും വന്ന് കാണുക. ഇപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണേ. അപ്പോൾ നേരം 5 ആയത്. ഹൈവേ പോലീസൊക്കെ വന്ന് നടപ്പുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് കാണുക, കണ്ടു നോക്കുക. ഞാൻ പറഞ്ഞില്ലേ, ചൂണ്ടയായിട്ട് വരിക, ചൂണ്ട തീറ്റയായിട്ടൊക്കെ വരിക. കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് നടന്ന് കയറി വരുന്നത്. ശരിക്കും ഒരു കവാടം പോലെയാണ് കേട്ടോ.
രണ്ട് സൈഡ് വാഹമരമാണ്, വാഹമരം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മൾ പുറത്തേക്ക് പോവാണ്. വഴിയൊക്കെ ഇത്തിരി മോശമാണ്, ഞാൻ പറഞ്ഞില്ലേ. ഇനി മഴ പെയ്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കച്ചറയായിട്ട് കിടക്കുന്നത്, അറിയില്ല. അതൊന്നും അല്ല, ഇവിടെ ഇപ്പം കച്ചറ കേട്ടോ, എല്ലാവരും കൊണ്ട് വേസ്റ്റ് തള്ളുന്നതാണ്. ഇന്നത്തെ ആരും വരാതിരിക്കണ്ട, അവിടെ ഒന്നും ആരും വേസ്റ്റ് തള്ളിട്ടില്ല, ഈ ഇറങ്ങി ചെന്നിടത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ എത്തിയത്. ഇതാണ് മെയിൻ റോഡ്. കാർട്ട് കടിയിട്ട് പോകാൻ കേട്ടോ, കാർട്ട് കടിയിട്ട് പോവാണ്. വളവാണ്, ഒരു വളവാണ്, നല്ലൊരു വളവാണ്. ഇവിടുത്തെ ആരും വരുന്നവർ ഇതിലെ ക്രോസ് ചെയ്തത്, ഈ റോഡ് ക്രോസ് ചെയ്തത് ഭയങ്കര ഡേഞ്ചറാണ്. നല്ലൊരു വളവാണ്. അപ്പോൾ എൻ്റെ വണ്ടി കിടക്കുന്നത് അവിടെ ആയിട്ടാണ് എൻ്റെ വണ്ടി കിടക്കുന്നത്. ഇതിൽ ഞാൻ ക്രോസ് ചെയ്യുന്നില്ല, ഞാൻ കുറച്ച് എൻ്റെ വണ്ടി ഞാൻ ക്രോസ് ചെയ്തില്ല. വളവാണ്. ആ പമ്പിൽ നിന്നാണ് ഞാൻ പെട്രോൾ അടിച്ചത്. ഓട്ടോ ഞാൻ അങ്ങനെ അവിടെ കൊണ്ടിട്ട് ഇപ്പം വണ്ടി ഗ്യാപ്പ് ഇട്ടപ്പോൾ ഞാൻ ചാടി ചെയ്യടാ, പോലീസ് കിടക്കണം വളവിന്. അപ്പോൾ ആ വളവിനും ഈ വളവിനും എല്ലാം പോലീസ് കിടക്കുവാണ്. സ്കൂട്ടറൊക്കെ പിടിച്ച് പെറ്റി അടിക്കുന്നുണ്ട്. ആ വളവിന് ഹൈവേ പോലീസ്, ഈ വളവിന് പോലീസ്. മൈ ഗോഡ്, രണ്ടിനും നടുവിലാണ് നമ്മളിപ്പോൾ. എന്തായാലും ഇവിടെ ചെറിയ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് ഇവിടെ പിള്ളേർക്ക് കളിക്കാനാണ് ഇവിടെ ചെറിയ പാർക്കൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് നോക്കി എല്ലാം കാട് കയറി കിടക്കുകയാണ്, ഒരാളും തിരിഞ്ഞു നോക്കത്തില്ല. എൻ്റെ കുളനടയുടെ ഹൃദയഭാഗത്തായിട്ട് ഒരു നല്ല അടിപൊളി പാർക്ക്. അത് ഇത് ഇവിടുത്തെ ആൾക്കാർ നോക്കത്ത് എടുത്തിട്ടൊന്നുമില്ല, എനിക്കറിയില്ല. ഇത് നോക്കി മൊത്തം കാട് കയറി പാമ്പൊക്കെ കാണും. പിള്ളേർക്ക് കളിക്കാനുള്ള എല്ലാ സൗകര്യവും ഇറങ്ങി കാണാം. ഇരിപ്പെടാം. കാട് കയറി കിടക്കുക, കാട് കയറി കിടക്കുക. പാമ്പൊക്കെ കാണും, നോക്കാം. പാമ്പൊക്കെ കാണുമാവും. കുതിരയൊക്കെ ഓടിഞ്ഞ് ആകെ നാശക്കണ്ണയൊക്കെ കിടക്കുവാണ്. അങ്ങോട്ട് പോകാൻ എനിക്ക് പേടിയാണ്. കാരണം അങ്ങോട്ട് ഞാൻ പോകുന്നില്ല, അങ്ങോട്ട് കാട് കയറി പാമ്പൊക്കെ കാണും. അപ്പോൾ ഇങ്ങനെ നല്ലൊരു ഏരിയ ഉണ്ട്. പക്ഷേ എനിക്ക് പിള്ളേരെ കൊണ്ടൊന്നും വരാൻ പറ്റില്ല. മൊത്തം കാട് കയറി കിടക്കുന്നുണ്ട്, പാമ്പൊക്കെ കാണുന്നത്. പിന്നല്ലേ അവന്മാരിപ്പോൾ ഇങ്ങോട്ട് നേരെ പോയി ഹലോ. അപ്പോൾ പോലീസുകാരിങ്ങനെ റൗണ്ട് അടിച്ച് നടക്കുക വണ്ടിക്കാരെ പൊക്കാൻ. ആ പയ്യന്മാരവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്തായാലും കാടൊക്കെ പിടിച്ച് കിടക്കുക. അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ വിശേഷം, കുളനടയുടെ വിശേഷം. എല്ലാവരും വരിക, കാണുക. ഈ കാട്ടിനകത്തും വരണ്ട. അപ്പോൾ അധികാരികൾ നിർദ്ദേശിച്ച് ഇതൊക്കെ വൃത്തിയാക്കി എടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടൊന്ന് കളിപ്പിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. നമ്മുടെ ഈ ഏരിയയിൽ നിന്ന് വേറെ സ്ഥലമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്, ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടാണ് ഞാൻ പോയത്. ഒടിഞ്ഞ ഫോണിലാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ ഇനി ഞാൻ പോവാണ്. പിന്നെ അടുത്ത വിശേഷമായിട്ടൊക്കെയാണ് വീണ്ടും വരാം. അപ്പോൾ ഞാൻ വണ്ടി എടുക്കുവാണ്. പിന്നെ ഹൈവേ പോലീസ് അവിടെ കിടപ്പുണ്ട്. നമ്മൾ മെയിൻ പ്രശ്നം വേറെ ഒന്നുമില്ല, യൂണിഫോം ഇല്ല, അതാണ് വിഷയം. അല്ല വേറെ വിഷയമൊന്നുമില്ല. റൈറ്റ് സൈഡിലോട്ട് കിടക്കണം. ഞാൻ എന്തായാലും ഇങ്ങോട്ട് പോവാം. ഞാൻ ലെഫ്റ്റ് തിരിഞ്ഞാൽ ഇറങ്ങി പോകാൻ പോവാണ്. ഞാൻ മെയിൻ പോകാനില്ല, കൈ കാണിക്കാൻ ഇരുന്നാൽ മതി. ഓക്കെ, അവരെന്നെ നോക്കിയില്ലെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അടുത്ത വീഡിയോകളൊക്കെ ഉടനെ വരാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക.